അവരുടെ അലർജി കാരണം നല്ല നെയ്സൽ ബ്ലോക്ക് ഉണ്ട്, ദശയുണ്ട്, സ്മെല്ല് മനസ്സിലാവുന്നില്ല, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ. അതുപോലെ തന്നെ അവർ ഡോക്ടറാണ്, അവരുടെ പേഷ്യന്റായിട്ട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, കറക്റ്റ് സംസാരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ ഈ ഒരു നെയ്സൽ ബ്ലോക്കും ഈ അലർജി കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഒന്നും പറഞ്ഞു കൊടുക്കാനൊന്നും പറ്റുന്നില്ല. ഈ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ തന്നെ ശ്വാസം എടുക്കണമെങ്കിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ശ്വാസം എടുത്ത് അങ്ങനെയാണ്. അപ്പോൾ അവരുടെ ചെറുപ്പം തൊട്ടേ ഉണ്ട് ഇത്, പക്ഷെ ചെറുതായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതിങ്ങനെ ഓവർ ഇയേഴ്സിൽ ഡെവലപ്പ് ചെയ്തു വന്നതാണ്. അപ്പൊ ഇനീഷ്യലി ഒക്കെ അവർ കുറെ ട്രീറ്റ്മെന്റ് എടുത്തു നോക്കി, എടുക്കുമ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ടാവും, നിർത്തുമ്പോൾ വീണ്ടും വരും. അപ്പൊ ഒരു ലാസ്റ്റ് 2-3 ഇയേഴ്സ് ആയിട്ട് അവരൊന്നും എടുക്കുന്നില്ല, ലൈക്ക് ഇങ്ങനെ സഫർ ചെയ്തുകൊണ്ട് പോവാണ്. അവർക്ക് മനസ്സിലായി, കാരണം ഇതിങ്ങനെ പ്രോഗ്രസ് ചെയ്ത് വരികയാണ് ഡിസീസ്. നമ്മൾ ഇത് ഒരു കറക്റ്റ് ട്രീറ്റ്മെന്റ് എടുത്തിട്ടില്ലെങ്കിൽ ഇത് കുറച്ച് കഴിയുമ്പോൾ ആസ്മ അങ്ങനെ ഡെവലപ്പ് ചെയ്തു വരുന്നുള്ളത്. അങ്ങനെയാണ് നമ്മുടെ അടുത്ത് വരുന്നത്. നമ്മുടെ അടുത്ത് വന്നു, എന്തിനാണ് അലർജി എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തു, അങ്ങനെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു, ഇമ്മ്യൂണോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തു. ഇമ്മ്യൂണോതെറാപ്പി സ്റ്റാർട്ട് ചെയ്ത് ഒരു 1 ഇയറിൽ അവർക്ക് ഈ ഒരു ഡിഫിക്കൽട്ടി, ഇമ്മ്യൂണോതെറാപ്പി മാത്രമല്ല അതിന്റെ ഈ നെയ്സൽ ബ്ലോക്കിന്റെ നെയ്സൽ പോളിപ്പിന്റെ ട്രീറ്റ്മെന്റ് എടുത്തു. അപ്പോൾ 1 ഇയറിൽ അവർക്ക് പേഷ്യന്റായിട്ട് ഒരു പ്രശ്നവും ഇല്ലാണ്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, കുറെ മെഡിസിൻസ് വേണ്ടതില്ല. അതുപോലെ ഇങ്ങനെ ഈ ഭക്ഷണം എടുക്കുന്ന പിന്നെ നിർത്തുന്ന ശ്വാസം എടുക്കുന്ന ആ ഒരു പ്രശ്നങ്ങളേ ഇല്ല. അവരുടെ ലൈഫ് ഭയങ്കര ഈസി ആയി.